എല്ലാ ദിവസവും താൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അനാഥരായ 9 കുട്ടികൾക്കും 24 ദരിദ്രർക്കും ഭക്ഷണം നൽകുമായിരുന്നു മാർഗറ്റ്. അനാഥരോടും ദരിദ്രരോടുമുള്ള കാരുണ്യചിന്ത ജനങ്ങൾക്കിടയിലും എത്തിക്കുവാൻ ഈ നിശബ്ദ സേവനം വഴിതെളിച്ചു. സമ്പന്നരും പ്രഭുക്കളുമെല്ലാം ഈ കാരുണ്യ പ്രവർത്തികൾ പിന്തുടർന്നു. ഒരാളും രാജ്യത്ത് ഭക്ഷണമില്ലാതെ അലയരുതെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദരിദ്രനായ ഒരാളെയെങ്കിലും സംതൃപ്തനാക്കണമെന്ന പാഠം അവരെല്ലാം സ്വീകരിച്ചത് മാർഗറ്റിൽ നിന്നാണ്. നോമ്പുകാലത്ത് 100 കണക്കിന് ദരിദ്രർ കൊട്ടാരത്തിലെത്തി ഔദാര്യം കൈപ്പറ്റുമായിരുന്നു. ദരിദ്രരായ സ്ത്രീകളെ അമ്മയെപ്പോലെ മാർഗറ്റ് പരിചരിക്കും. രോഗികളായ പലരുടെയും ശരീരസൗഖ്യത്തിന് വേണ്ട മരുന്നുകൾ രാജ്ഞി അവർക്ക് നൽകി. ദൈവത്തെ അറിയാത്തവരായി ആരും അക്കാലത്തുണ്ടായിരുന്നില്ല. ദൈവം സ്നേഹിക്കുന്നവനാണെന്ന് നിരക്ഷരെ പോലും പഠിപ്പിക്കേണ്ടി വന്നില്ല. കാരണം ബൈബിളിൽ കണ്ട യേശുവിനെ പോലെയായിരുന്നു മാർഗറ്റ് രാജ്ഞിയും മാൽക്കം രാജാവും അവർക്ക്. ദരിദ്രരെ രാജ്യത്തിൽ നിന്ന് നാടുകടത്തിയാലേ രാജ്യം പുരോഗതി പ്രാപിക്കുമെന്ന് കരുതുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്ത മാൽക്കമിൻ്റെ ഈ പരിവർത്തനം ജനങ്ങളെല്ലാം അത്ഭുതാദരങ്ങളോടെ കണ്ടു. ഇതിനൊക്കെ ഒരേയൊരു കാരണം മാർഗറ്റാണെന്ന് അവർക്കറിയാമായിരുന്നു. അയാൾ വിശുദ്ധ ബലിയിൽ സജീവമായി സംബന്ധിച്ചു. പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായി നോമ്പ് സമയത്ത് ഉപവസിക്കുകയും എല്ലാവിധ പുണ്യപ്രവർത്തികളും ചെയ്യാൻ സന്നദ്ധനുമായി. യുദ്ധങ്ങൾ കഴിയുന്നതും ഒഴിവാക്കിയെങ്കിലും ചിലപ്പോൾ രാജ്യരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി മാത്രം മാൽക്കം യുദ്ധങ്ങൾ നടത്തി. അങ്ങനെയാണ് നോർത്തംബർലൻഡിലെ ആൽനവിക് കോട്ട വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയത്. ഇംഗ്ലീഷ് സൈന്യം ആൽനവിക് കോട്ട പിടിച്ചടക്കിയിരുന്നു. അതോടൊപ്പം അവിടെയുണ്ടായിരുന്ന സ്കോട്ട്ലൻഡുകാരായ സൈന്യത്തെ കൊന്നൊടുക്കി. ഈ ദുരന്തത്തിന് കാരണമായ അനീതിയെ മാൽക്കം ചോദ്യം ചെയ്തു. ശക്തമായി ഈ ഭീഷണിയെ നേരിടാൻ മാൽക്കം പ്രാർത്ഥനാപൂർവം തീരുമാനിച്ചു. കുറച്ച് സൈനികരുമായി അദ്ദേഹം കോട്ടയിലേക്ക് പോയി. തുടർന്ന് നടന്ന യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ കീഴടങ്ങി. കോട്ടയുടെ താക്കോലുകൾ തിരിച്ചു നൽകാൻ എന്ന നാട്യത്തിൽ ഗവർണർ പുറത്തേക്ക് വന്നു. ആ താക്കോലുകൾ സ്വീകരിക്കാൻ മുന്നോട്ട് ചെന്ന മാൽക്കമിനെ കപടതന്ത്രജ്ഞനായ ഇംഗ്ലീഷ് ഗവർണർ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന മൂർച്ചയേറിയ ആയുധം കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിന് മുമ്പായിരുന്നു ഇത്. തൻ്റെ പിതാവിനെ നേരിട്ട ഈ ദുര്യാഗത്തിന് ദൃക്സാക്ഷിയായ പുത്രൻ എഡ്ഗാർ മുന്നോട്ട് പാഞ്ഞു വന്നെങ്കിലും ഒളിച്ചിരുന്ന ശത്രുക്കൾ അയാളെയും ചതിപ്രയോഗത്തിലൂടെ വധിച്ചു. സ്കോട്ട്ലൻഡിലെ സൈന്യത്തിന് നേതൃത്വം നൽകിയ ഈ 2 സേനാനായകന്മാരുടെ ദാരുണാന്ത്യം അനുയായികളെ പരിഭ്രാന്തരാക്കി. അവർ പിന്തിരിഞ്ഞോടി. അതിവേഗം കൊട്ടാരത്തിലെത്തിയപ്പോൾ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു മാർഗറ്റ്. അതുകൊണ്ട് ഈ വിവരം അവർ ഒളിച്ചുവെച്ചു. യുദ്ധമുഖത്ത് നിന്നും അധികം വൈകാതെ രാജാവും പുത്രനും മടങ്ങി വരുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സംഭവിച്ചതൊക്കെയും ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. കണ്ണീരോടെ കട്ടിലിൽ എണീറ്റിരുന്ന മാർഗറ്റ് കരങ്ങൾ കൂപ്പി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. മരണതീരത്തേക്ക് നടന്നെടുക്കുമ്പോൾ പോലും എന്നെ സങ്കടപ്പുഴയിലൂടെ നടത്തുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. കണ്ണീരുകൊണ്ട് അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, അവിടുത്തെ ഹിതപ്രകാരം ജീവൻ തന്നെ ലോകത്തിന് നൽകിയ യേശുവേ, ജീവനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എല്ലാ തിന്മകളിൽ നിന്ന് അവിടുന്ന് എനിക്ക് മോചനം നൽകണമേ. ഹൃദയത്തിൽ നിന്ന് അടർന്നിറങ്ങിയതായിരുന്നു ഈ വാക്കുകൾ. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അടയുകയും ശരീരം പിന്നിലേക്ക് ചെരിയുകയും ചെയ്തു. അതെ, തൻ്റെ സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് ആത്മാവ് അപ്പോഴേക്കും പറന്നുപോയിരുന്നു. 1093 നവംബർ 16-ാം തീയതിയായിരുന്നു അത്. അവളുടെ ആഗ്രഹപ്രകാരം ഡംഫർ മില്ലിനിലെ ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ മൃതശരീരം സംസ്കരിച്ചു. ഇന്നസെന്റ് 4-ാമൻ പാപ്പയാണ് 1251 മാർഗറ്റിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തത്. ജൂൺ 10-നാണ് തിരുനാൾ. സമ്പത്തല്ല ഏറ്റവും വലിയ കാര്യമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കാൻ മാർഗറ്റിനായി. ഒപ്പം ലളിത പുണ്യങ്ങളിലൂടെ ഒരു രാജ്യം മുഴുവൻ വിശുദ്ധിയുടെ സ്നേഹച്ചിരാതുകൾ തെളിക്കാനും അവർക്ക് കഴിഞ്ഞു. ജീവിത വിശുദ്ധിയും ആത്മീയ പുണ്യങ്ങളും സ്വന്തമാക്കാൻ നമുക്കും സ്കോട്ട്ലൻഡിലെ മാർഗറ്റിൻ്റെ സഹായം വിളിച്ചപേക്ഷിക്കാം.